നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു ഈസി സ്പെഷ്യൽ കണ്ടോ, ഒരു സ്പെഷ്യൽ ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാവരും പല പല രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കും, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന് കരുതി ഇതെല്ലാം വേണം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്പെഷ്യലായതുകൊണ്ട് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരുണ്ട്, നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഓക്കെ നമ്മൾ റെഡിയാക്കി. ഞാനകത്ത് ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ട് കണ്ടോ, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഇടയ്ക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ശകലം, അതായത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പെരിഞ്ജീരകം, ഇതിൻ്റെ എല്ലാം പൊടികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ വീട്ടിൽ നമ്മുടെ സിസ്റ്റർ ഉണ്ടാക്കിയ ചിക്കൻ മസാലയുടെ പൊടി, അത് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ, സിസ്റ്റർ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മളൊരു 1 ടീസ്പൂണും ഇട്ട്, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെക്കണം. ഇത് ഈ ചിക്കൻ നമ്മൾ പിന്നെ കഴുകി വാലം വെച്ചിരുന്നതാണ്, അതിന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇളക്കുമ്പോൾ അത് സെറ്റായിക്കോളും, ആ വെള്ളം അതിനകത്ത് ഇതായിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നല്ല അടിപൊളി പച്ച നാരങ്ങ, ഓക്കെ, ആ പച്ച നാരങ്ങ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു അരമുറി പിഴിഞ്ഞും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും, അതായത് എല്ലാ ചിക്കനിലും പിടിക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നതെങ്കിലും നന്നായിട്ട് എല്ലാ ചിക്കനിലും പിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഈ കാല് ഭാഗമൊക്കെ നമ്മളൊന്ന് വരഞ്ഞിട്ടുണ്ട് കണ്ടോ, എളുപ്പം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഒരു മിനിമം 10 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കണം. കുറച്ച് നീര് കുറവാണെന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ഇച്ചിരി വേണ്ടി വരും. അതുകൊണ്ട് നമുക്കിതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം. നല്ല നീരുള്ളതാണെങ്കിൽ അരമുറി കേട്ടോ മതി. ഇതിപ്പം നീര് കുറവായതുകൊണ്ട് നമ്മളിതിൻ്റെ ബാക്കിയും കൂടെ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഹണി നമ്മൾ വളരെ കുറച്ച് മാത്രം ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് കുറച്ച് മതി. ഓക്കെ, ഓക്കെ, അത്ര നമ്മൾ ഒന്നുകൂടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ അടുത്ത ഐറ്റംസ് സ്പെഷ്യൽ ചിക്കന് വേണ്ടി എന്തൊക്കെയാണെന്ന് പറയാൻ നമ്മൾ എടുത്തിരിക്കുന്നത് കാന്താരിയാണ് കേട്ടോ. കാന്താരി ഞാൻ പറഞ്ഞില്ല ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതെ കാന്താരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതില്ലെങ്കിൽ പച്ചമുളകാണേലും എടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒരു ശകലം, ഇത്രയും കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മല്ലിയിലയാണ്, ഇതെല്ലാവരും ഇടുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഉള്ളിയിലയാണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ പുതിനയിലയാണ്. ഓക്കെ, നമ്മൾ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ കഴുകി റെഡിയാക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ നമ്മളിവിടെ നല്ല കൊച്ചുള്ളിയും സവാളയും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി, അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇത് നമ്മുടെ നെസ്റ്റോയിൽ നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത് നെസ്റ്റോയിൽ നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അത് ഗുണം നല്ലതായതുകൊണ്ട് നമ്മളത് കളയാതെ വെച്ചിരുന്നത്. ഓക്കെ, അത് നമ്മുടെ സ്പെഷ്യൽ ചിക്കനിൽ അടുത്ത വേണ്ടത് തക്കാളിയാണ്. തക്കാളിക്ക് നമ്മൾ ഒരു പഞ്ഞവും വിചാരിക്കരുത്, നമുക്ക് തക്കാളി കുറച്ച് അധികം വേണം. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ തക്കാളി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും പറയുവാണ്, നമ്മൾ തക്കാളിയുടെ തൊലി കളയണം എപ്പോഴും. ഇതേ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, തൊലി കളയണം. പിന്നെ അതുപോലെ തന്നെ ഈ കുരു, അതായത് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാൻ ഇത് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയത്തില്ല. എന്താണ് നമ്മളതിൻ്റെ തൊലിയും കളഞ്ഞ് കുരുവും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ നമുക്ക് അടുത്ത വേണ്ടതെന്നാണ് മഷ്റൂമാണ്. അപ്പോൾ ഇത് കണ്ടു, ഇത് അഴുക്കല്ല കേട്ടോ, ഇത് മഷ്റൂമിൻ്റെ നല്ല ഇതുണ്ട്, അപ്പട പോലെ ഇരിക്കുന്ന കാല് ഭാഗം. നമ്മൾ ഇത്രയും എടുക്കത്തില്ല, ഇതിൻ്റെ ഈ
പ്രധാനപ്പെട്ട ഈ കാലുഭാഗം എടുക്കും, പിന്നെ 2-3 എണ്ണം. അതും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മഷ്റൂം എടുക്കാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുകൊണ്ട് പിന്നെ ഞാനത് കാണിക്കാൻ. അതെ, മഷ്റൂമിൻ്റെ ഇങ്ങനെ ഈ തൊലിഭാഗമില്ലേ, മേൾഭാഗം നമ്മളത് ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. നന്നായിട്ട് കളഞ്ഞ് കഴുകിയൊക്കെ വേണം നമ്മളത് എടുക്കാൻ. അതുപോലെ ഇത് എടുത്തതും കാൽഭാഗമില്ലേ നമ്മൾ നന്നായിട്ട് കഴുകി ഈ 2 അറ്റവും നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇത് അഴുക്കല്ല കേട്ടോ, അഴുക്കല്ല. അത് ഈ മേളിലുള്ളതാണ് നമ്മൾ കളയേണ്ട, അതിൻ്റെ തൊലി കളഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കത്തിച്ചു. ഓക്കെ, നമ്മളിനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ എന്തുവേണമെങ്കിലും എടുക്കാം, പക്ഷേ നമ്മൾ ഈ കറിക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പറ്റട്ടൊക്കെ. നമ്മളത് എണ്ണ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമ്മൾ ഇട്ടു. ഓക്കെ, കണ്ടോ, പട്ട, ഗ്രാമ്പു, പിന്നെ 2-3 കുരുമുളക്, പിന്നെ ഒരു ശകലം ജീരകം, അതായത് നല്ല ജീരകവും മറ്റേ പെരുംജീരകവും വേണം. പിന്നെ അതുപോലെ ഒരു 2 ഏലക്ക, ഇതെല്ലാം ഇട്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ കടുക് പൊട്ടിക്കും. അതേ, നമ്മുടെ എല്ലാ സ്പൈസസും കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ശകലം ഉലുവ ഇട്ടു. ഇനി നമ്മൾ കടുകിടും. ഓക്കെ, അപ്പോൾ ആ കടുക് കൂടെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇനി തീ കൂട്ടി കൊടുക്കണം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ അരപ്പ്, അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലുണ്ടാകും. നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പെല്ലാം നമ്മളിട്ട് ഒന്നായി. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും അപ്പോൾ ഗൈസ്, ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. അതായത് കുരുമുളക് പൊടി, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ ഒരു ശകലം ഉലുവാപ്പൊടി, ഒരു ശകലം കായപ്പൊടി. ഉലുവയും കായവും വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പൊടികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളി ഒരുപാടങ്ങ് വഴന്ന് പോവണ്ട, പക്ഷെ ഒരു ശകലം വഴന്നാൽ മതി. എന്നിട്ടാണ് നമ്മൾ ഈ പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇടത്തില്ല. ബാക്കി പൊടികളെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നത്. അപ്പോൾ തീ നമ്മൾ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തീ കൂട്ടി, അപ്പോൾ ചിക്കന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെക്കുക. നന്നായിട്ട് മസാലയെല്ലാം ആ ചിക്കനിൽ പിടിക്കേണ്ടതാണ്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടാം. അപ്പം നമുക്ക് പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. മുളക് പൊടി ഞാനിപ്പോൾ കശ്മീരിയാണ് ഇടുന്നത്. ഓൾറെഡി കാന്താരിയും കുരുമുളകും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എരിയ ആവശ്യമില്ല, കളറിന് വേണ്ടി മാത്രമാണ്. അപ്പം അത്രയും മതി. അപ്പം ഇനിയാണ് നമ്മുടെ മഷ്റൂമും തക്കാളിയും നമ്മൾ ഇടുന്നത്. തീ കൂട്ടി തന്നെ വെക്കണം. ഇനി മഷ്റൂമും തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. അപ്പം ഇനിയാണ് നമ്മുടെ അടുത്ത ഇലകളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ചേർക്കുന്നത്. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. തീ കൂട്ടി തന്നെ വെച്ച് നന്നായിട്ടത് ഇളക്കി ചേർത്തിട്ട് അടച്ച് വെക്കണം. അടയ്ക്കുമ്പോൾ തീ കുറയ്ക്കാം. അടപ്പ് വെച്ച് തീ കുറച്ച് വെച്ച്. അപ്പോൾ ഗൈസ്, നമ്മുടെ സൂപ്പർ ഈസി സ്പെഷ്യൽ മഷ്റൂം വിത്ത് ചിക്കൻ കറി എനിക്ക് സൂപ്പർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കാൻ പോവാം ഗൈസ്. അപ്പം നമ്മുടെ ചിക്കനും മഷ്റൂമും കൂടി ഇട്ട നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി കേട്ടോ. നമ്മളിത് ഇങ്ങനെ എടുക്കണം. ഒരു ശകലം മഷ്റൂം എടുക്കണം, പിന്നെ ഇത് തക്കാളി എടുക്കണം, ചിക്കൻ എടുക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അല്ലാണ്ട് ഇളക്കണം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ തിന്നണം. മൈ ഗോഡ്, എന്തൊരു സൂപ്പർ ടേസ്റ്റാണെന്നറിയാം. അപ്പം നമ്മൾ ഇച്ചിരി ഇതെന്താണെന്നറിയാം, നമ്മുടെ ഉപ്പുമാങ്ങായും കാന്താരിയും കൂടെ, അതും കൂടെ നമുക്ക് ഈ സൈഡ് ചെയ്തേ, അതിൻ്റെ ടേസ്റ്റ് വേറെ. അതായപ്പോൾ ഇച്ചിരി കാണിക്കും. അതിനകത്ത്
ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീണ്ടും നമ്മുടെ മഷ്റൂം കറി ഇളക്കുന്നു. ചിക്കൻ ഉണ്ട് കേട്ടോ, ഇളക്കുന്നു. ഒരു സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറി ചപ്പാത്തി കണ്ടോ, ചപ്പാത്തിയുടെ കൂടെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പൊറോട്ട അങ്ങനെ നമുക്കെല്ലാം എടുക്കാം. ചോറിൻ്റെ കൂടെ എടുക്കാം. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ ഈ സ്പെഷ്യൽ കറികളൊക്കെ നിങ്ങൾ വെച്ച് നോക്കുക. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഓക്കെ, ബൈ ബൈ. ഞാൻ അപ്പോൾ തന്നെ എടുക്കാം.